ഹായ് മക്കളെ, എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ +1 എക്കണോമിക്സിലെ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എന്താണ്? ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ്. ഓക്കെ, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സിംഗുലാർ ഓർ പ്ലൂറൽ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. 3 സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, 4 മാർക്ക് എന്തോ ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ വെയിറ്റേജ് ആയിട്ട് കഴിഞ്ഞ എക്സാമിന് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും നമുക്ക് ഈ പ്രാവശ്യം ഉണ്ടാവുകയെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സിംഗുലാർ ഓർ പ്ലൂറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 തരത്തിലാണ് സ്റ്റാറ്റിസ്റ്റിക്സിനെ നൗൺ, അങ്ങനെ സിംഗുലാർ നൗൺ ആയിട്ടും പ്ലൂറൽ നൗൺ ആയിട്ടും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിന് എന്ത് ചെയ്യാറുണ്ട്? റെഫർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ തന്നെ ആദ്യത്തെ നോക്കുക. As a singular noun, statistics denotes the various methods adopted for collection, presentation, analysis and interpretation of quantitative information. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻസിന്റെ കളക്ഷൻ, അതായത് നമ്മളത് കളക്ട് ചെയ്യുക, അതുപോലെ തന്നെ അതിന്റെ പ്രസന്റേഷൻ, അതുപോലെ അനാലിസിസ്, നമ്മളതിനെ അനലൈസ് ചെയ്യുക, അതുപോലെ തന്നെ അതിനെ എന്ത് ചെയ്യുക? നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? സിംഗുലാർ നൗൺ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിൽ വരുന്നത്. ഇനി പ്ലൂറലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ statistics refers to a quantitative information or data like statistics of birth, death, imports, export, etc. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഡാറ്റ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇമ്പോർട്ട്, നമ്മൾ പുറത്തുനിന്ന് എന്തോരം സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് ബെർത്ത്, എത്ര പേര് ജനിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എത്ര പേര് മരിക്കുന്നുണ്ട്, ഡെത്ത് റേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് പ്ലൂറൽ നൗൺ എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നത്. ഓക്കെ, നമ്മൾ 2 ഭാഗങ്ങളാണ് പഠിച്ചിട്ടുള്ളത്, സിംഗുലാർ നൗണും അതുപോലെ തന്നെ പ്ലൂറൽ നൗണും. ഓക്കെ, രണ്ടിലും എന്താ പറയുന്നത്? സിംഗുലാറിൽ വരുമ്പോൾ അതെന്താണ്? കളക്ഷൻ, പ്രസന്റേഷൻ ആൻഡ് അനാലിസിസ് അല്ലെ, അതുപോലെ തന്നെ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ. ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻസിന്റെ കളക്ഷൻ വരുന്നുണ്ട്, പ്രസന്റേഷൻ വരുന്നുണ്ട്, അനാലിസിസ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്റർപ്രിട്ടേഷനും ഉണ്ട്. ഇനി പ്ലൂറലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ്? ഇൻഫർമേഷൻ ഓർ ഡാറ്റ ലൈക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ഡെത്ത്, ബെർത്ത്, അതുപോലെ തന്നെ ഇമ്പോർട്ട്, എക്സ്പോർട്ട്, അങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഡാറ്റ ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വരുന്നതാണ് ഇത് നമുക്ക് രണ്ടാമത് പഠിക്കാനുള്ളത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കൂടുതലും 2 മാർക്കിനൊക്കെയാണ് ഇത് ചോദിക്കാറുള്ളത്. കൃത്യമായിട്ട് വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്. എക്കണോമിക്സിൽ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രാധാന്യം എന്നുള്ളതാണ് നമ്മൾ രണ്ടാമതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ഒന്നാമത്തെ നോക്കാം. ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് വേരിയസ് എക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് ഫോർമുലേറ്റ് മെഷേഴ്സ് ടു സോൾവ് ദം. അതായത് നമുക്ക് പല രീതിയിലുള്ള എക്കണോമിക് പ്രോബ്ലംസ് അല്ലെ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, പ്രശ്നങ്ങളെ മനസ്സിലാക്കുക, അതുപോലെ തന്നെ ഫോർമുലേറ്റ് മെഷേഴ്സ് ടു സോൾവ് ദം, അതിനൊക്കെ സോൾവ് ചെയ്യാനുള്ള മെഷേഴ്സും എന്താ തരുന്നുണ്ട്? സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻസിൽ ഒന്നാമത്തെയാണ് ഇത്. ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് വേരിയസ് എക്കണോമിക് പ്രോബ്ലംസ്, അതുപോലെ തന്നെ എന്താണ്? ഫോർമുലേറ്റ് സൊല്യൂഷൻസ് അല്ലെ, മെത്തേഡ്സ് അല്ലെങ്കിൽ മെഷേഴ്സ് ടു സോൾവ് ദം, അതിനൊക്കെ സോൾവ് ചെയ്യാനുള്ള മെഷേഴ്സും നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് തരുന്നുണ്ട്. അടുത്തതാണ് കോംപ്ലക്സ് ന്യൂമറിക്കൽ ഡാറ്റ ആർ സിംപ്ലിഫൈഡ് ത്രൂ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. അതായത് പല രീതിയിലുള്ള ഇങ്ങനെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകളിലൂടെ നമുക്ക് ന്യൂമറിക്കൽ ആയിട്ടുള്ള കോംപ്ലക്സ് ഡാറ്റ, അതായത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഡാറ്റയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും അല്ലെ, ചുരുക്കാനായിട്ട് പറ്റും. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചുരുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? കോംപ്ലക്സ് ന്യൂമറിക്കൽ ഡാറ്റ ആർ സിംപ്ലിഫൈഡ് ത്രൂ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സിലൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ന്യൂമറിക്കൽ ഡാറ്റയെ നമുക്ക്, ന്യൂമറിക്കൽ എന്ന് വെച്ചാൽ എന്താണ്? നമ്പേഴ്സിലുള്ള, ഓക്കെ, അങ്ങനെയുള്ള ഡാറ്റയെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത പോയിന്റ് നോക്കുക. വോളുമിനസ് ഡാറ്റ റെഡ്യൂസ്ഡ് ടു എ ഫ്യൂ ഫിഗേഴ്സ് മേക്കിംഗ് ദം ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വോളുമിനസ് ആയിട്ടുള്ള വലിയ ഡാറ്റേനൊക്കെ, നമ്പേഴ്സിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
few figures എന്ന് വെച്ചാൽ ചെറിയ നമ്പേഴ്സിലേക്ക് ചെറിയ ഫിഗേഴ്സ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ പെട്ടെന്ന് നമുക്ക് അതിനെ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുന്നു ഓക്കെ അപ്പോൾ തേർഡ് പോയിന്റ് എന്താ പറയുന്നത് വോളൂമിനസ് ഡാറ്റ റെഡ്യൂസ് ടു എ ഫ്യൂ ഫിഗേഴ്സ് മേക്കിംഗ് ദം ഈസിലി അണ്ടർസ്റ്റാൻഡിങ് എന്ന് വെച്ചാൽ എന്താണ് വലിയ ഡാറ്റയെ നമുക്ക് ചുരുക്കിയിട്ട് ഫ്യൂ ഫിഗേഴ്സ് ആയിട്ട് ചെറിയ ഫിഗേഴ്സ് ആയിട്ട് മാറ്റിയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഫിഗേഴ്സ് ആയിട്ട് മാറ്റിയിട്ട് കൂടുതൽ അണ്ടർസ്റ്റാൻഡബിൾ ആക്കാൻ പറ്റുന്നു അല്ലേ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു ഓക്കെ അടുത്ത നോക്കുക ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്സ് ഓഫ് എ കൺട്രി മേ ബി കമ്പയർഡ് വിത്ത് അതർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺട്രിയിൽ ഒരു രാജ്യത്തെ ഇമ്പോർട്ട്സും എക്സ്പോർട്ട്സും ഇറക്കുമതികളും കയറ്റുമതികളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മറ്റു കൺട്രീസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും ഓക്കെ രണ്ട് കൺട്രീസ് എടുത്തിട്ട് അതിൽ ഇമ്പോർട്ട്സ് എങ്ങനെയാണ് എക്സ്പോർട്ട്സ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കമ്പയർ ചെയ്യാനായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇമ്പോർട്ടൻസിൽ നാലാമത് നമ്മൾ പഠിച്ചതാണ് എന്ത് ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്സ് ഓഫ് എ country may be compared with other മറ്റു കൺട്രീസുമായിട്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും കമ്പയർ ചെയ്യാനായിട്ട് പറ്റും താരതമ്യം ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അടുത്തതാണ് the government plans and makes policies based on statistics നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് പ്ലാൻസും അതുപോലെ തന്നെ പോളിസീസ് ഒക്കെ പുതിയതായിട്ട് കൊണ്ടുവരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഗവൺമെന്റിനും എന്ത് ഹെൽപ്ഫുൾ ആണ് നമ്മുടെ എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്ഫുൾ ആണ് ഓക്കെ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് എന്താണ് വോളൂമിനസ് ആയിട്ടുള്ള ഡാറ്റേനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ എക്കണോമിക് പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ പറ്റും അതിനുള്ള മെഷേഴ്സും നമുക്ക് കണ്ടെത്തി തരുന്നുണ്ട് അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ന്യൂമറിക്കൽ ഡാറ്റേനെ സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട് പിന്നെ എന്താ പറയുന്നത് രണ്ട് കൺട്രീസ് തമ്മിലുള്ള ഇമ്പോർട്ട്സും എക്സ്പോർട്ടും നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ ഗവൺമെന്റിനും ഹെൽപ്ഫുൾ ആണ് പുതിയ പോളിസീസും അതുപോലെ തന്നെ നമ്മുടെ പുതിയ പ്ലാൻസ് ഒക്കെ മേക്ക് ചെയ്യാനായിട്ടും സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് വലിയ രീതിയിൽ ഹെൽപ്ഫുൾ ആണ് അപ്പോൾ ഇതൊക്കെയാണ് എന്താ നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് പഠിക്കാനുള്ളത് ഓക്കെ 2-3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വായിച്ച് നോക്കുക കേട്ടോ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡാറ്റയുടെ ക്ലാസിഫിക്കേഷൻ ഓക്കെ ഡാറ്റേനെ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നതെന്നാണ് നമ്മൾ മൂന്നാമതായിട്ട് പഠിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഉണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഉണ്ട് ഓക്കെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഉണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഉണ്ട് എന്താണ് ഈ ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഒന്ന് വായിച്ചു നോക്കിയേ ഡാറ്റ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് സം ആട്രിബ്യൂട്ട് ഓർ ക്വാളിറ്റി സച്ച് ആസ് സെക്സ് കളർ ഓഫ് ഹെയർ ഇന്റലിജൻസ് എക്സെട്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി അല്ലെ അതൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്ന ഡാറ്റയാണ് എന്ത് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്തൊക്കെയാണ് എക്സാമ്പിൾ പറയുന്നത് സെക്സ് കളർ ഓഫ് ഹെയർ ഇന്റലിജൻസ് ഓക്കെ നമ്മുടെ ഒരാളുടെ ഇന്റലിജൻസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് അളക്കാനായിട്ട് സാധിക്കില്ല അല്ലെ നമ്പേഴ്സിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അതിനെ അളന്നെടുക്കാനായിട്ട് പറ്റില്ല അങ്ങനെയുള്ള ഡാറ്റയാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഓക്കെ ഡാറ്റ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ആട്രിബ്യൂട്ട് ഓർ ക്വാളിറ്റി ആട്രിബ്യൂട്ടുകളോ അല്ലെങ്കിൽ ക്വാളിറ്റിയുടെ ബേസിസിലൊക്കെ ഒരു ഡാറ്റയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് അടുത്തതാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഇതിൽ പറയുന്നത് ഡാറ്റ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു some characteristics that can be measured such as height, weight, income, etc. ഹൈറ്റ് വെയിറ്റ് ഇൻകം പോലെയുള്ള എക്സാമ്പിൾസ് ആണ് ഇവിടെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഒരാളുടെ ഹൈറ്റ് നോക്കാൻ നമുക്ക് പെട്ടെന്ന് മെഷർ ചെയ്തെടുക്കാൻ പറ്റും വെയിറ്റും അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമ്പേഴ്സിൽ മെഷർ ചെയ്യാനായിട്ട് പറ്റും അല്ലെ അതുപോലെ ഒരാളുടെ ഇൻകവും നമുക്ക് എന്ത് ചെയ്യാം മെഷർ ചെയ്തെടുക്കാനായിട്ട് പറ്റും പെട്ടെന്ന് അതിനെയാണ് നമ്മൾ എന്ത് പറയുക ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് ഡാറ്റ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു സം ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് സച്ച് ആസ് ഹൈറ്റ് വെയിറ്റ് ഇൻകം എക്സെട്ര ഹൈറ്റ് വെയിറ്റ് ഇൻകം എന്നൊക്കെ ഉള്ള പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചില ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചുകൊണ്ട് അതിനൊക്കെ മെഷർ ചെയ്യാനായിട്ട് പറ്റും അതിനെയാണ് എന്ത് പറയുക നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 3 ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഒന്നാമത്തെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സിംഗുലർ ഓർ പ്ലൂറൽ അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ് അതുപോലെ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക